ആരെയാണ് നീ വിളിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? നീ ആരെയാ വിളിക്കാൻ പോകുന്നത്? ഞാൻ മിഥുനെ വിളിച്ചതാ. പക്ഷേ അവന്റെ കോള് പോകുന്നില്ലല്ലോ. എനിക്ക് എന്ത് വെപ്രാളം തോന്നുന്നു. നീ വേണ്ടാത്തതൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ടാ എല്ലാം നെഗറ്റീവായിട്ട് തോന്നുന്നത്. ആദ്യം മനസ്സിലെ ആശങ്ക മാറ്റിവെക്ക്. അപ്പോഴേ നിനക്ക് നല്ലത് കാണാൻ സാധിക്കൂ. അതൊന്നും പ്രശ്നങ്ങളായി തോന്നുകയില്ല. ഇതാ ജയേട്ടനോട് ഒന്നും പറയാത്തത്. ഞാൻ എന്റെ മോൻ എന്തെങ്കിലും അപകടം പറ്റുമെന്നോർത്ത് പേടിച്ചു വരച്ച് നിൽക്കുമ്പോഴാ നിങ്ങൾ കുറെ പഴംപുരാണ് ഉപദേശിച്ചുകൊണ്ട് വരുന്നത്. മിഥുന്റെ കാര്യത്തില് നിങ്ങൾക്കൊരു ഉറുമ്പ് കടിച്ച വേദനയുണ്ടോ? അതെന്തായിരുന്നു നീ അങ്ങനെ പറഞ്ഞത്? മിഥുൻ അപകടം വല്ലതും സംഭവിച്ച എന്നെ അത് വേദനിപ്പിക്കില്ല എന്ന് ആര് പറഞ്ഞു? അങ്ങനെ എനിക്ക് തോന്നി. മേഘിനി മിഥുൻ ഒന്നിച്ചാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഒരു അപകടം ഉണ്ടായിരിക്കും. നമ്മുടെ കൈകൊണ്ട് നമ്മൾ തന്നെയല്ല മിഥുന്റെ കാലനെ അവന്റെ അരികത്ത് കൊണ്ട് നിർത്തി കൊടുത്തത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയുള്ള വേണ്ടാദിനങ്ങൾ എഴുന്നള്ളിച്ച് എന്നെ കൺവിൻസ് ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ നിർത്തിക്കോ പ്ലീസ്. അല്ല അരുണിമേ, അരുണിമേ, മേഘനെ, ആ പ്രവീൺ പറഞ്ഞൊന്നും നീ കാര്യാക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ അവന്റെ വാക്കുകൾ നമ്മൾ എന്തിനു വിലക്കെടുക്കണം? അവൻ മനഃപൂർവ്വം നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ തളർത്താനുള്ള ശ്രമ. അവനെ പോലെ ഒരുത്തിന് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ എന്തിനാ അത് കാര്യാക്കാൻ നിൽക്കുന്നേ? മിഥുൻ, പ്രവീൺ മാധവ് കൊള്ളരുതാത്തവനാണോന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അയാള് പറഞ്ഞത് സത്യമല്ലേ? മഞ്ജരി, ദേവി, ഇത് നീ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. അവൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു വേദിയല്ല ഇത്. എന്തുകൊണ്ടല്ല മിഥുൻ? എന്തേ? മേഘന വേഷം മാറി കൂടെ വന്ന് നിന്നെ അന്ന് ചതിച്ചില്ലായിരുന്നോ? മേഘനന്ദിയായി ഇവൾ നിന്നോടൊപ്പം ടർക്കിയിലേക്ക് വന്നില്ലേ? കള്ളനാണ്, ചതിയനാണ് നാട്ടുകാരെ വഴിയാധാരാക്കി എന്നൊക്കെ ആ പ്രവീൺ മാധവിനെ പറയുമ്പോ മേഘന ചെയ്തതും അത് തന്നെയല്ലേ? ഇന്നവള് നിന്നെയാണ് ചതിച്ചതെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആ പ്രവീൺ മാധവ് പറഞ്ഞതുപോലെ ഇനി എത്ര ആണുങ്ങളെയാണോ ഇവള് ചതിക്കാൻ പോകുന്നത്? മഞ്ജരി, 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 സഞ്ജന എന്താ ഇവിടെ? ആ ചെറുക്കനാരാ? അവര് തമ്മിലൊരു പ്രത്യേക അടുപ്പമുണ്ടല്ലോ. മേഘനെ, നിന്റെ ഓവർ ആക്ഷനൊക്കെ മതിയാക്കിക്കോ. കൈയിറക്കടി. ആരോ വന്ന് എന്തോ പറഞ്ഞെന്ന് കരുതി കുടുംബത്തിലുള്ളവരുടെ നേരെ കൈ ഓങ്ങുന്നോ? ചെറിയമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരണോ? ആ പ്രവീൺ മാധവ് ഒരു തെമ്മാടി ആയതുകൊണ്ടല്ലേ ഇവിടെ വന്ന് വേണ്ടാതീനോ പറഞ്ഞിട്ട് പോയത്. പക്ഷെ മഞ്ജരിക്ക് എന്തു പറ്റി? ബുദ്ധിയും വിദ്യാഭ്യാസം ഉള്ളവളല്ലേ. ഇവൾ എന്തിന് അവനോളം താഴണം? ചെറിയമ്മയ്ക്ക് സാധിക്കുമെങ്കിൽ ആ തെമ്മാടിയെ പോലെ സംസാരിക്കുന്നത് നല്ല ശീലല്ലെന്നൊന്ന് പറഞ്ഞു കൊടുക്ക. ഇനി ഒരിക്കൽ അറിയാതെയാണെങ്കിൽ പോലും അങ്ങനെ വല്ലതും പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഓങ്ങി നിർത്തിയേ കയ്യ് നാളെ മഞ്ജരിയുടെ കരണത്ത് പതിക്കും. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക. അത് കേട്ടോ മിഥുൻ? നിന്റെ മുന്നിൽ വെച്ച് എന്തൊക്കെയാ അവള് പറഞ്ഞിട്ട് പോയേ? നീ ഉള്ളപ്പോഴല്ലേ അവൾ എന്റെ നേരെ കൈ ഓങ്ങിയേ? നിനക്കിത് എന്തിന്റെ കേടാ മഞ്ജരി? ആദ്യം നിന്റെ നാവൊന്ന് അടക്കാൻ ശ്രമിച്ചാ ഇതുപോലൊന്നും ഉണ്ടാവില്ല.
നീ മേഘനയോട് പറഞ്ഞൊന്നും തോന്നിയ അവസരല്ലെന്ന്? നീയും അവളെ പോലെ തന്നെ ഒരു പെണ്ണല്ലേ? ഇങ്ങനെ തരംതാണ രീതിയിൽ അവളോട് സംസാരിക്കാൻ നിന്നോടാരാ പറഞ്ഞേ? അങ്ങനെ ചെയ്യുന്ന ആരായാലും അത് ശരിയല്ല. ആകാശ്, നിനക്ക് മനസ്സിലാവാത്തോണ്ട എന്റെ വീട്ടുകാർക്ക് എന്റെ മേലൊരു നല്ല ഇമേജ് ഉണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവരൊരിക്കലും ചിന്തിക്കില്ല. ഇപ്പൊ ഞാനൊരു ചെറുക്കനുമായി പുറത്ത് കറങ്ങുവാന്നെങ്ങാനും അറിഞ്ഞ അതെന്റെ ഇമേജിന് എന്നെ കോട്ടം തട്ടും. പിന്നെ ഒരിക്കലും അവരാരും എന്നെ വിശ്വസിക്കേയില്ല. ഞാനെന്തോ വലിയ തെറ്റുകാരിയാണെന്ന പോലെ പിന്നീട് അവരെന്നോട് പെരുമാറും. അങ്ങനെ വല്ലതും സംഭവിച്ചാ എനിക്കിത് സഹിക്കാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സഞ്ജന. പക്ഷെ നീ ഇപ്പൊ ടെൻഷൻ അടിച്ചോണ്ട് പ്രശ്നങ്ങൾ സോൾവ് ആവില്ലല്ലോ. നീ കൂളായിരിക്കെ. എങ്ങനെയെങ്കിലും കണ്ണുവെട്ടിച്ച് ഇവിടുന്ന് പോകാം. നീ വാ, ഒരു വഴിയുണ്ട്. നിന്നോട് ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതാ, ആരാ എന്താണെന്ന് കുത്തിക്കിഴിച്ച് ചോദിച്ച നിന്നെ അപമാനിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോഴും ഞാനതൊന്നും മാറ്റിയിട്ടില്ല. ഞാനായിട്ട് ഇതാരാണെന്ന് ചോദിക്കുന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ഉത്തരം നീ പറയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അന്നൊരിക്കലും വീട്ടിൽ വെച്ച് ഏട്ടത്തിയോട് എന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് നുണ പറഞ്ഞത് ഏട്ടത്തി. സത്യം പറയുകയാണെങ്കിൽ ആകാശും ഞാനും ലവേഴ്സാണ് ഏട്ടത്തി അമ്മ. സന്തോഷിന്റെ ആലോചന വരുന്നതിന് മുൻപ് തന്നെ ആകാശും ഞാനും സ്നേഹിക്കാൻ തുടങ്ങിയതാ. പക്ഷെ പെട്ടെന്നല്ലേ മോം സന്തോഷിനൊപ്പം എന്റെ ബന്ധം ഉറപ്പിച്ചു കളഞ്ഞത്. അപ്പൊ ആകാശിനെ കുറിച്ച് ആരോടും പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ആരോട് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഇനി പറഞ്ഞ മോം അതറിയുമ്പോ എങ്ങനെ പ്രതികരിക്കുമെന്നും പേടിയായിരുന്നു. അതുകൊണ്ട് ഏട്ടത്തി അന്ന് എന്റെ പ്രണയത്തെ മനസ്സിലൊതുക്കിയത്. ഞങ്ങൾ തമ്മിൽ വേർപിരിയാനും തീരുമാനിച്ചിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഏട്ടത്തി കാരണം ആ കല്യാണം മുടങ്ങിക്കിട്ടി. എന്റെ ആകാശിന്റെ ബന്ധത്തിനിടയിലുണ്ടായിരുന്ന വലിയൊരു തടസ്സം മാറിക്കിട്ടി. ഇനിയിപ്പോ ആകാശിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് എന്റെ ആഗ്രഹം. എനിക്കെല്ലാം മനസ്സിലായി. പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സമയം ഇതല്ല സഞ്ജന. നേരത്തെ നീ എന്നോട് പറയണമായിരുന്നു. പറയണോന്നൊക്കെ കരുതിയതായിരുന്നു. എന്തുകൊണ്ടോ പറ്റിയില്ല ഏട്ടത്തി. ഇനിയെല്ലാം ഏട്ടത്തിയമ്മ ഏൽപ്പിക്കോ? നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ വന്ന് രണ്ടാളും കൂടെ എന്തെടുക്കുക? ഇങ്ങനെ നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് നിന്റെ അമ്മ ഇവിടെ കണ്ട എന്തായിരിക്കും എന്നറിയാലോ. ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ച് വീട്ടുകാരറിഞ്ഞ എല്ലാരും കൂടി എന്ത് തീരുമാനം എടുക്കുന്ന അറിയാലോ നിനക്ക്. അറിയേട്ടത്തി, അതുകൊണ്ടാ ആരും കാണാതെ ഇവിടുന്ന് പോകാൻ ഞങ്ങൾ തയ്യാറായത്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു തെറ്റുകളിലൂടെയാ വീട്ടിലുള്ളവരുടെ മനസ്സിൽ നീ ഒരു കരടായിട്ട് മാറുക. എല്ലാവരും പിന്നീട് നിന്റെ സ്വഭാവത്തെ പോലെ സംശയിക്കാൻ തുടങ്ങും. എന്നോട് ക്ഷമിക്കണ ഏട്ടത്തി. വേണ്ടാന്ന് ഒത്തിരി വട്ടം കരുതിയതാ. പക്ഷെ എങ്ങനെയോ വന്ന് പെട്ടുപോയി. ശരി, ആരുടെ കണ്ണിലും പെടാതെ രണ്ടുപേരും ഇവിടുന്ന് പെട്ടെന്ന് പോവാൻ നോക്ക്. ഈ പ്രേമവും കല്യാണമൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആയിക്കോട്ടെ ഏട്ടത്തിയമ്മ. മേഘന ചേച്ചി, ഒരു മിനിറ്റ് നിൽക്ക്. മേഘന ചേച്ചിയെ കുറിച്ച് സഞ്ജന ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അവസാന പിടിവള്ളിയാ മേഘന ചേച്ചി. സത്യം പറഞ്ഞ ഞാൻ പോലും വിചാരിക്കുന്നത് മേഘന ചേച്ചി ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കല്യാണം നടക്കുമെന്ന്. ദയവ് ചെയ്ത് മേഘന ചേച്ചി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം. അരുണിമ മാഡം, അരുണിമ മാഡം. ആ വരണം മിസ്റ്റർ അരവിന്ദ്. എന്താ വക്കീലെ ഈ സമയത്ത്? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താണാവോ അത്? അരുണിമ മാഡം ഇല്ലേ? ഉണ്ടല്ലോ, ഇപ്പൊ വിളിക്കാം. വക്കീലിരിക്കുക. അരുണിമേ. അരുണിമേ,
വക്കീലിനെ എന്താ ഈ സമയത്ത് വിളിപ്പിച്ചേ? നീക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വരൂ. വക്കീലെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കിക്കോളൂ. ഇങ്ങ് തരൂ. വക്കീലെ ഇന്നിനി നിങ്ങൾ പൊക്കോളൂ. എന്നാ ശരി. എന്താ അന്യമേ ഇതൊക്കെ? ഞാനായിട്ട് എന്തിനാ പറയുന്നത്? നിങ്ങൾ തന്നെ വായിച്ചു നോക്കൊരു ക്ലാരിറ്റി കിട്ടും. ആ മിഥുനും മേഘനയും എന്നെ നിർത്തി അങ്ങ് അപമാനിച്ചു കളഞ്ഞു. എന്റെ പഴംപുരാണം മുഴുവൻ പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ എന്നെ കൊച്ചാക്കി കളഞ്ഞു. ഇന്ന് ആ റിസോർട്ടിൽ എല്ലാവരുടെയും മുന്നിൽ എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയുണ്ടാക്കി. ഇനി നിങ്ങൾക്ക് ഞാൻ സമാധാനം തരില്ല. കേട്ടോ സുനിലേ? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് സർ. പോയിക്കോ. അന്നൊരിക്കല് വീട്ടിൽ വെച്ച് ഏട്ടത്തിയോട് എന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് നുണ പറഞ്ഞത് ഏട്ടത്തി. സത്യം പറയുകയാണെങ്കിൽ ആകാശും ഞാനും ലവേഴ്സാണ് ഏട്ടത്തി അമ്മ. ഞങ്ങളുടെ അവസാന പിടിവള്ളിയാ മേഘന ചേച്ചി. ദയവ് ചെയ്ത് മേഘന ചേച്ചി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഹലോ. ഹലോ എസ് ഐ സർ. പറഞ്ഞോളൂ. നിങ്ങൾക്കൊരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഞാനിപ്പോ വിളിച്ചത്. ആരാ നിങ്ങള്? ഞാൻ ആരാണെന്നുള്ള കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാനിപ്പോ തരുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടും. എന്താ അത്? PBS റിസോർട്ടിൽ ഒരു ലേഡി ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഉടനെ ചെന്നാൽ അവരെ കൈയോടെ പിടികൂടാൻ കഴിയും. ഫേക്ക് ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ നല്ലൊരു അവസരമായിരിക്കും നിങ്ങൾക്ക് മിസ്സാവാൻ പോകുന്നത്. ആലോചിച്ച് തീരുമാനിക്കും. ഈ അടിയോടുകൂടി മേഘനയും മിഥുനെയും മാത്രമല്ല, ടോട്ടൽ നന്ദൻ ഫാമിലിയുടെയും അടിവേരി ഇളകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മേഘനെ, നീ എന്താ തനിച്ചുപിടി ഇരിക്കുന്നേ? ഒന്നുമില്ല മിഥുനേട്ടാ. എന്താ ഇപ്പോഴും ആ പ്രവീൺ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? ചിലതൊക്കെ നമ്മൾ എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും അത് മാഞ്ഞു പോവില്ല മിഥുനേട്ടാ. ഹൃദയത്തെ കുത്തിക്കീറുന്ന വാക്കുകളല്ലേ, നോവ് മാറാൻ അല്പം വൈകും. മേഘനെ പ്ലീസ്, നിന്റെ സ്വന്തം ആൾക്കാരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വിഷമിക്കാം. ഇത് വല്ലവനും വന്ന് എന്തെങ്കിലും പറഞ്ഞെന്ന് ഓർത്ത് വെറുതെ അതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? മഞ്ജരി, നീ ഇവിടെ എന്തെടുക്കുക? ആന്റി അങ്ങോട്ടേക്കൊന്ന് നോക്കിക്കേ. എന്ത് തോന്നുന്നു ആന്റി? ആ മേഘനയുടെ വേദന കണ്ടതും
മിഥുൻ കിടന്ന് പെടയാണല്ലോ. പക്ഷെ എന്റെ വിഷമത്തെ കുറിച്ച് ഒരു ചിന്തയുമില്ല. എങ്ങനെ ഇങ്ങനെ ഒരു പക്ഷഭേദം കാണിക്കുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല. ഷോ ഡോൺ വറി മഞ്ജരി. ആ മാധവൻ 4 ഡയലോഗ് അടിച്ചതും അവക്കങ്ങ് നൊന്തെന്ന് തോന്നുന്നു. അതുകൊണ്ട് മിഥുനൊന്ന് സമാധാനിപ്പിക്കാൻ നോക്കുന്നതാ. 2 ദിവസം കൂടെ കഴിഞ്ഞു കിട്ടിയ ഈ പെടച്ചലും സമാധാനിപ്പിക്കലും എല്ലാം അങ്ങ് മാഞ്ഞു പോയിക്കോളും. അതുവരെ ഇതൊന്ന് തണ്ടില്ലാന്ന് നടിക്ക്. എന്താ സംഭവിച്ചത് വിവേക്? നിന്നോടൊത്തൊന്ന് സന്തോഷിക്കാനായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എല്ലാം മറന്നൊന്ന് ശരിക്കൊന്ന് ആഘോഷിക്കാമെന്ന് കരുതിയതാ. പക്ഷെ ആ പ്രവീൺ മാധവ് കാണിച്ചു കൂട്ടിയത് എന്റെ മനസ്സിലെ സമാധാനം മുഴുവൻ തകർത്തു. വലിയേട്ടനെയും ഏട്ടത്തെയും അവൻ എന്തൊക്കെയാ പറഞ്ഞേ, അത് കേട്ടെന്റെ ചോര തിളക്കിയായിരുന്നു. പക്ഷെ ഒരക്ഷരം പോലും മിണ്ടാതെ മാറി നിൽക്കേണ്ട ഗതികേടായിപ്പോയില്ലേ? അപ്പോ നമ്മള് പ്രതികരിക്കാതിരുന്നത് നല്ലത് തന്നെയല്ലേ വിവേക്? ആവേശത്തിൽ ആ മാധവന്റെ മുമ്പിൽ പോയി നിന്നാ അതിന്റെ പേരിൽ പിന്നെ നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരിക? മതി, ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല വിവേക്. ഇറ്റ്സ് ഓക്കേ മഞ്ജരി. ഇനി അതും പിടിച്ചോണ്ട് നിൽക്കാണോ? കം ലെറ്റ്സ് ഗോ. കം കം കം. മഞ്ജരി പറയുന്ന അനുസരിക്ക് നീ എന്റെ കൂടെ വാ. കമോൺ മഞ്ജരി. ആന്റി, അത് വിവേകും ചാരുമതിയല്ലേ? ശരിയാണ് മഞ്ജരി. അവരൊന്നിച്ച് ഇവിടേക്ക് എന്തിനു വന്നു? ഇപ്പൊ എനിക്ക് കഥ മൊത്തം മനസ്സിലായി. ആ ചാരു അവനെ ചൂണ്ടയിട്ട് പിടിക്കാൻ നോക്കുക. ഇവിടെമാർക്കൊക്കെ ഇതന്നെയാ പണി. കുറച്ച് പണോ സൗന്ദര്യമുള്ളവരെ കണ്ടാ മതി, കണ്ണും കാനും കാണിച്ച് അവരെ എങ്ങനെയെങ്കിലും വശീകരിച്ചോളൂ. നിക്ക്, അവക്കിട്ട് 2 കൊടുത്തിട്ട് വരാം. ആന്റി, ഡോണ്ട് നിക്ക് ആന്റി. വിട് മഞ്ജരി, ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഞാൻ ആന്റി പോയിട്ട് പ്ലീസ് പോരുത്. നമുക്ക് ഇതുവരെ അവര് തമ്മിലുള്ള ബന്ധം എന്താന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് വിവേക് ആന്റിയെ ധിക്കരിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഒറ്റയടിക്ക് ആന്റിക്ക് ഈ കാര്യം മനസ്സിലായി എന്നറിഞ്ഞ പിന്നെ വിവേക് സ്വന്തം പാട് നോക്കി പോവും. അവന്റെ വാശി ജയിപ്പിച്ചെടുക്കാനേ അവൻ ശ്രമിക്കൂ. ഈ പ്രശ്നത്തിന് ഇതല്ല പരിഹാരം. പിന്നെ എന്താ ചെയ്യേണ്ട മഞ്ജരി? വിവേകിന്റെ വഴിയിൽ നിന്നും ജീവിതത്തിൽ നിന്നും ചാരുമതിയെ തുടച്ചു മാറ്റണം. വിവേക് പോലും അറിയാതെ അവര് തമ്മിലുള്ള അകൽച്ച നമ്മൾ സൃഷ്ടിക്കണം. ചാരുവിന് വിവേകിനോട് വെറുപ്പ് തോന്നും വിധം ആക്കി തീർക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ മണ്ണ് പുരളുകയില്ല, കാര്യം സാധിച്ചെടുക്കുകയും ചെയ്യാം. മിഥുൻ, ഇന്ന് തൊട്ട് നിന്റെ അധപതനം തുടങ്ങാൻ പോവാ. ഇനി നിനക്ക് ഭാവിയിൽ ഒരു നിലനിൽപ്പും ഉണ്ടാവില്ല. അത്തരമൊരു വജ്രായുധമാണ് ഞാൻ പ്രയോഗിച്ചിരിക്കുന്നത്. ആ അസ്ത്രം നന്ദൻ കുടുംബത്തെ തന്നെ കത്തിച്ച് ചാമ്പലാക്കും. തയ്യാറായിരുന്നു. ഇതെന്താ അരുണിമേ? ഇതിന്റെ ആവശ്യം എന്താ? എന്താ നിന്റെ ഉദ്ദേശം അരുണിമേ? മിഥുനും മേഘനയും 2 ദിവസത്തിനുള്ളിൽ എന്നേക്കുമായിട്ട് അകലണം. മറ്റന്നാൾ തന്നെ കോടതി വിവാഹമോചനത്തിന്റെ വിധി പറയണം. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അരുണിമേ. പക്ഷെ കോടതി അവരുടെ വിധി കൽപ്പിക്കാൻ ഇനി 3 മാസം സമയമുണ്ട്. അതിനിടയ്ക്ക് നീ എടുത്തിയാടി എന്തിനെങ്കിലും ഒരു തീരുമാനമെടുത്തേ? എന്ത് കാര്യത്തിനാ അവരെ അകറ്റാൻ ഇത്ര ആവേശം കാണിക്കുന്നേ? നിനക്കറിയാമല്ലോ, ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചതും ഇവിടുന്ന് ഇറങ്ങി പോകാൻ തീരുമാനിച്ചതും അവള് തന്നെ ആവാം. പക്ഷേ മുതിർന്ന നമ്മൾ അവരെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ വേർപെടുത്താനല്ല. അതല്ല ചേട്ടാ, അവര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
അവരുടെ വിവാഹബന്ധം കഴിയുന്നതും വേഗം മറ്റുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു ബന്ധവും അടർത്തി മാറ്റാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് എന്തിനു വേണ്ടിയാണെന്നാണ് ഞാൻ നിന്നോട് ഇപ്പൊ ചോദിക്കുന്നത്. കാരണം രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞ് അവരുടെ ജീവിതം അപകടത്തിലാവൂന്ന് അറിയാവുന്നതുകൊണ്ട്. അവര് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞ ഒരാൾ കാരണം മറ്റൊരാൾക്ക് അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കും. അരുണിമേ, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ, വേണ്ടാത്ത അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നല്ല രണ്ട് വ്യക്തികളെ തമ്മിൽ വേർപിരിക്കരുതെന്ന്. അല്ല ജയേട്ടാ, അന്ധമായ വിശ്വാസം എനിക്കല്ല നിങ്ങൾക്കുള്ളത്. കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചെന്ന് കണ്ടതല്ലേ? മേഘന കാരണമാണ് മിഥുനൊരു അപകടം ഉണ്ടായത്. പക്ഷെ മിഥുന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മേഘന അവളുടെ ജീവൻ അപകടത്തിലാക്കി. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് അവളുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. അങ്ങനൊരു ഭാഗ്യം ഉണ്ടായില്ലെങ്കിൽ ഇപ്പൊ അവളെ വെള്ള പുതപ്പിച്ച് കിടത്തി ചിതയിലേക്ക് എടുക്കേണ്ടി വരില്ലായിരുന്നോ? അങ്ങനെ അല്ല അരുണിമേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ ജയേട്ടാ, പ്ലീസ്. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് മേഘനയോടുള്ള വെറുപ്പ് കൊണ്ടല്ല. അത്തരത്തിൽ അവളോട് യാതൊരു ഫീലിങ്സ് എനിക്ക് ഇല്ല ജയേട്ടാ. മേഘനയും മിഥുനും ഒരുമിച്ച് കഴിഞ്ഞ അപകടം മിഥുന് മാത്രമല്ല മേഘനയ്ക്ക് ഉണ്ടാവും. മിഥുന് അപകടം ഉണ്ടാവും ഓരോ തവണയും മേഘനയാണ് അവനെ രക്ഷിക്കുന്നത്. എത്ര വട്ടം അവൾ അവന് വേണ്ടി സ്വന്തം പ്രാണം പണയം വെച്ച് പോരാടിയത്. പകരം അവര് വേർപിരിഞ്ഞ രണ്ടുപേരുടെയും ജീവന് അപകടം ഉണ്ടാവില്ല. നീ ഇതൊരു വട്ടം കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതിൽ ഇനി ചിന്തിക്കാനായിട്ട് ഒന്നും തന്നെ ബാക്കിയില്ല. ഇപ്പൊ തന്നെ മേഘനയെ കണ്ടെത്തി മിഥുന് വിവാഹം ചെയ്തു കൊടുത്ത് നമ്മൾ അവളോട് ക്രൂരത കാണിച്ച് അവളോട് കാണിച്ച് നെറുകേട് മതിയേട്ടാ. ഇനിയും അവരുടെ ബന്ധം ഇതുപോലെ മുന്നോട്ട് പോയാ അത് മേഘന എന്ന വ്യക്തിയോട് നമ്മൾ കാണിക്കുന്ന അന്യായമാണ് ചേട്ടാ. എവിടെയും അവള് നന്നായിരുന്നാ മതി. അത് സംഭവിക്കണമെങ്കിൽ മിഥുനിന്ന് അവൾ അകന്നു പോകണം. ജയേട്ടൻ മേഘനയുടെ നല്ലതിനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ തമ്മിൽ അകറ്റാനായി എന്നെ അനുവദിക്കണം. മേഘനയെ ജീവനോടെ കാണാൻ ജയേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഈ വിവാഹമോചനത്തിന് ജയേട്ടൻ തടസ്സം നിൽക്കരുത്. ദയവ് ചെയ്ത് എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? മാഡം, നിങ്ങളുടെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണം. എന്റെ ബാഗ് എന്തിനാ? ഇവിടെ ഒരു ലേഡിയെ ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ദയവേത് ഞങ്ങളുടെ ജോലി ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കണം. കോൺസ്റ്റബിൾസ് എല്ലാവരും ചെക്ക് ചെയ്തേ. ലെറ്റ്സ് ഗോ. മാഡം, നിങ്ങളുടെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എന്താ തരാനൊരു മടി? സർ, ഐ എം മിഥുൻ നന്ദൻ, നന്ദൻ കൺസ്ട്രക്ഷൻസിന്റെ ചെയർമാനാ. അവൾ എന്റെ വൈഫാണ്. സോറി സർ, ഇത് ചെറിയൊരു കംപ്ലൈന്റ് അല്ല, വളരെ സീരിയസാ. എതിരെ നിൽക്കുന്നത് ആരാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്തേ പറ്റൂ. അതുകൊണ്ടല്ല സർ, ഞാൻ മിഥുനേട്ടാ, അവരവരുടെ ജോലി ചെയ്തിട്ട് പോട്ടെ. മേഘനെ, ഇപ്പൊ നിന്റെ ബാഗിൽ നിന്ന് കിട്ടുന്ന ഡ്രഗ്സ് നന്ദൻ കുടുംബത്തെ മൊത്തം പെരുവഴി ആധാരമാക്കും. മീഡിയ പൊളിച്ചടുക്കുമ്പോ നിക്കക്കള്ളിയില്ലാതെ അടിമുടി വിറയ്ക്കും.